കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഈ ഓഫർ തട്ടിപ്പ്. പാതി വിലയ്ക്ക് സ്കൂട്ടറും കമ്പ്യൂട്ടറും തയ്യൽ മെഷീനും ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിസാധാരണക്കാരായ മനുഷ്യരെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതായത് NGOs എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ചായ്വുകളില്ലാത്ത ഓരോ നാട്ടിലെയും ജനങ്ങൾക്ക് കാര്യമായ പിന്തുണയുള്ള ഈ NGOകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കണ്ണിങ്ങായ അതിവ്യാപകമായ തട്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ സമയം പുറത്തു വരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ ആയുധമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇപ്പോൾ കോൺഗ്രസിനാണ് കാര്യമായി പരിക്ക് ഇതുവരെ ഏറ്റിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ മാത്യു കുഴൽനാടിൻ്റെ പേര് വരെ വലിച്ചേക്കപ്പെട്ടു. അനന്തകൃഷ്ണൻ പറയുന്നു അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ CPM അത് വലിയ ആയുധമാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പിന് നമ്മൾ കണ്ടതിനേക്കാളേറെ ഉള്ളറകളിലേക്ക് അത് പോകാനിടയുണ്ടോ? ഇതുവരെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നമ്മളത് സംസാരിക്കുകയാണ്. ജിംസ്, ഇതിലിപ്പോൾ അനന്തകൃഷ്ണൻ എന്ത് പറയുന്നു എന്നിടത്ത് തന്നെയാണ് എത്ര വ്യാപകവും വിപുലവുമായ തട്ടിപ്പാണിതെന്ന് അറിയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്ത് പുറത്തു വന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു വിലയിരുത്താൻ കഴിയുക? എനിക്ക് ഈ കാര്യത്തിൽ അനന്തകൃഷ്ണനോടോ അയാളുടെ അസോസിയേറ്റ് ആൾക്കാരോടോ ഒന്നും പറയാനില്ല. അയാൾക്ക് കൊണ്ട് കാശ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോവാണ്, അപ്പം 50% സെയിൽ എന്ന് എഴുതി വെച്ചേക്കാം. ഇത് ഉള്ള വിലയുടെ 50% കുറച്ച് തരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. പകുതി വിലയ്ക്ക് സാധനം കിട്ടുകയാണല്ലോ. നമ്മളാരും അതിൻ്റെ ഒറിജിനൽ വില എത്രയാണെന്നോ എങ്ങനെയാണ് അവർ 50% കുറച്ച് ഈ എയർ കണ്ടീഷൻ ഷോറൂമിൽ നമുക്ക് തരുന്നത് എന്നോ ഒന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ഓടിപ്പോയി വാങ്ങും. അത് നമ്മളൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ MRPയിൽ നിന്ന് അവർ 50% കൂട്ടിയിടുന്നു, വില കൂട്ടിയിടുന്നു, എന്നിട്ട് ആ 50% കുറച്ച് തരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മളത് പോയി വാങ്ങുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരോ ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കുക്കിംഗ് റേഞ്ചും ഒക്കെ തരാമെന്ന് പറയുമ്പോൾ അതിനുകൊണ്ട് ക്യാഷ് കൊടുക്കുകയാണ്. അത് ക്യാഷ് കൊടുത്ത് സാധാരണക്കാർ വഞ്ചിതരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വഞ്ചനയിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും കൂടി പങ്കാളികളാവുന്നു. എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്? അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല നിങ്ങൾ എങ്ങനെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന മറുപടി കോർപ്പറേറ്റുകളുടെ CSR ഫണ്ട് ഞങ്ങൾ NGOകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിലേക്ക് ആകർഷിക്കുകയും എന്നിട്ട് ആ പണം ഉപയോഗിച്ച ആൾക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ സ്കൂട്ടറുകൾ കൊടുക്കുകയും ചെയ്യുന്നു. അതിന് പല പദ്ധതികളുടെ പേരിടുന്നു. നമ്മുടെ മോദിജി വന്നതിന് ശേഷം ആവിഷ്കരിച്ച കുറേ അധികം യോജനകളുണ്ടല്ലോ, ആ യോജനകളോട് ചേർന്ന് കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ എന്ന നിലയിൽ പുതിയ NGOകൾ രൂപീകരിച്ച് അത് നടപ്പാക്കുന്നു. നിലവിലുള്ള NGOകൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നു. എന്നിട്ട് ഇവർ സംസ്ഥാന തലത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നൊരു സംഘടന ഉണ്ടാകും. നമ്മൾ പേര് കേൾക്കുമ്പോൾ ഓർക്കും ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ NGOകളുടെയും ഒരു കൂട്ടായ്മയായി അത് മാറുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവിടെയാണ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ രസച്ചരട് എന്ന് പറയുന്നത്. ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു NGO അല്ല, NGO ആയിട്ടല്ല രജിസ്റ്റർ ചെയ്യുന്നത്, അതൊരു ട്രസ്റ്റായിട്ടാണ്, ട്രസ്റ്റ് ഓഫ് സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിലാകെ ആരുള്ളത്? ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്ര തമ്പുരാട്ടിയും എന്ന് പറഞ്ഞാൽ 5 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സാണ്. അതിൽ വേറെ ആരുമില്ല. അപ്പോൾ ഒറ്റ പേര് നാഷണൽ NGO കോൺഫെഡറേഷൻ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളുടെ കോൺഫെഡറേഷനാണെന്ന്. അല്ല, അത് വേറെ തന്നെ ഒരു എൻറ്റിറ്റിയാണ്. അവരാണിത് നടപ്പാക്കുന്നത്, പദ്ധതി നടപ്പാക്കുന്നത്. ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള NGOകളുടെ പണി എന്താണ്? ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുക, ആളുകൾക്ക് ഇത് കൊടുക്കുക, അവരുടെ പേരിലാവുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയക്കാർ പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സൗജന്യം കൊടുക്കുക, ഫ്രീ ബീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയക്കാർ പെട്ടുപോകും. ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളുകളുടെ സ്നേഹം കിട്ടുന്നൊരു പരിപാടിയാണല്ലോ. എന്ന് മാത്രമല്ല, ചില രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ NGO രൂപീകരിച്ച് ഈ പരിപാടിയിൽ പങ്കാളികളായിട്ടുണ്ട്. അവരൊക്കെയും മിക്കവാറും കുടുങ്ങാൻ പോവുകയാണ്. ഇതിൽ 20കളിൽ ഉള്ളൊരു ചെറുപ്പക്കാരനാണ് ഈ അനന്തകൃഷ്ണൻ. 27 വയസ്സ്. 2016 ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തി മുങ്ങിയ ആളാണ് അയാളെന്ന് പറയുന്നത്. അയാളുടെ അയൽവാസിയാണ്. നമ്മുടെ ക്യാമറയിലാണ് പറഞ്ഞത്. 2016 27 വയസ്സാണ്. അന്ന് എത്ര വയസ്സുണ്ടാവും? 10 വർഷം മുമ്പ്, 9 വർഷം മുമ്പാണ്. അപ്പോൾ ഇന്ന് 27 വയസ്സുള്ള ആളെന്ന് 16 വയസ്സിൽ പണി തുടങ്ങിയത്. ഈ 2016 മുതൽ അന്ന് 21 വയസ്സുണ്ടായിരുന്നു. ഇത് ഇയാൾക്കെതിരെ 3-4 പ്രാവശ്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 2016 ഈ തട്ടിപ്പ് നടന്നപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇയാൾ ഈ തട്ടിപ്പായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ഈ NGO കോൺഫെഡറേഷൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് നിരീക്ഷിക്കുകയും സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ഇത് തട്ടിപ്പാവാൻ സാധ്യതയുണ്ട്, അലേർട്ട് കൊടുക്കുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. എന്നിട്ട് ഈ ഭരണകൂടം എന്താണ് ചെയ്തത്? 2000-ഓളം NGOകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മന്ത്രിമാരെയും MLA മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മുന്നിൽ നിർത്തിക്കൊണ്ട്
പോലീസ് സംവിധാനങ്ങളെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് പോലീസിൻ്റെ പരിശീലന അക്കാദമിയിൽ പരിശീലനം വെച്ചിരുന്നു, പരിപാടി വെച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, ഉദ്ഘാടകരായി മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാരും ജസ്റ്റിസുമാരും ഇവരെയൊക്കെ ഒരു ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കി അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തെ പറ്റിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പരിപാടികളൊന്നും പങ്കെടുത്തിട്ടില്ല, പക്ഷേ എല്ലാ പരിപാടികളും ഇദ്ദേഹം ഉള്ളതായിട്ട് പരാതിക്കാർ പറയുന്നു. ഞാൻ ഈ തട്ടിപ്പ് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പരാതിക്കാരെന്ന് ചോദിക്കുകയാണ്, ഈ രാജിവെച്ചാലും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, ഞങ്ങൾ അറിയണ്ടേ, നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പണം നൽകിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്ര വിദഗ്ധമായി പറ്റിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാഷ്ട്രീയക്കാരോടും ജനപ്രതിനിധികളോടാണ്. എങ്ങനെയാണ് ഒരു CSR ഫണ്ട് കൈക്കലാക്കുന്നത് എന്ന അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത നിങ്ങളൊക്കെ MLA-മാരും MP-മാരുമായിട്ട് എന്താ കാര്യം? ഇപ്പോൾ CSR ഫണ്ട് വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അത് കമ്പനികളുമായിട്ടുള്ള ബന്ധം വഴി NGO-കൾ സ്ഥാപിച്ചുകൊണ്ട് ആ CSR ഫണ്ട് രൂപീകരിച്ച് ജനങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. എങ്ങനെയാണ് ഈ വൻതോതിൽ CSR ഫണ്ട് കൊടുക്കുന്നത്? എങ്ങനെയാണത് കൊടുക്കുക? CSR ഫണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആദ്യം ഒരു NGO തങ്ങൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഒരു കമ്പനിക്ക് കൊടുക്കണം. ഇതാണ് ഞങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതി, ഈ പദ്ധതിക്ക് നിങ്ങൾ ഇത്ര പണം അനുവദിക്കണം, ഞങ്ങൾ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായിട്ട് പ്രവർത്തിച്ചോളാം എന്ന് പറയുമ്പോൾ ആ കമ്പനി എന്ന് മാത്രമല്ല അങ്ങനെ അപേക്ഷ കൊടുക്കണം. കമ്പനികൾക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ NGO കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമായിട്ട് കണക്ട് ആയിരിക്കണം. അതിൽ എൻറോൾ ചെയ്യപ്പെട്ട NGO-കൾക്ക് ഇങ്ങനെ CSR ഫണ്ട് മേടിക്കാൻ കഴിയും. ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയിൽ ആർക്കെങ്കിലും ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ എൻറോൾമെൻ്റ് ഉണ്ടോ? ഇല്ല. ഇവർ തട്ടിക്കൂട്ടിയ NGO-കളാണ്. രണ്ട്, അങ്ങനെ ഓരോ ഈച്ച് ആൻഡ് എവരി NGO-കൾക്ക് ഓരോ കമ്പനി കൊടുക്കുന്ന പണമാണ് അവർ ആ പ്രൊജക്റ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതങ്ങനെയല്ല. സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു തട്ടിപ്പ് കോൺഫെഡറേഷൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നു, പകുതി വിലയുടെ പൈസ വാങ്ങുന്നു, ഈ വാങ്ങുന്ന വിലയ്ക്ക് 50 പേരിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി 10 പേർക്ക് കൊടുക്കുന്നു. 10 പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ 10 പേര് അവർ ടെസ്റ്റിമോണി കൊടുക്കണം, ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കുകയാണ്. എന്ന് മാത്രമല്ല, മുൻനിരയിൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മുതൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മുതൽ ഹൈക്കോടതി ജഡ്ജിമാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ജില്ലയിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് വാങ്ങുന്ന പണം വാങ്ങി അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് വാങ്ങിയ പണം വാങ്ങി കൊടുക്കുന്നു. ഈ ചെയിൻ എവിടെയെങ്കിലും പൊട്ടും. ആ സ്വാഭാവികമായി പൊട്ടിയപ്പോഴാണ് പരാതി വരുന്നത്. 8 മാസമായിട്ട് സ്കൂട്ടർ കിട്ടാത്തവർ, 1 വർഷമായിട്ടും തയ്യൽ മെഷീൻ കിട്ടാത്തവരൊക്കെ പരാതി പറയാൻ നോക്കുമ്പോഴാണ് അത് പൊട്ടുന്നത്. അത് പൊട്ടുമെന്ന് വളരെ മുമ്പേ തന്നെ മനസ്സിലാക്കി അനന്തകൃഷ്ണൻ താടിയും മുടിയും പഠിച്ച് ആൾ മാറി നടന്നുകൊണ്ടിരുന്നത്. ഒന്നുകൂടി ആലോചിക്കുക, ഇത് പൊട്ടുന്ന അയക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത്തരം തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണക്കാർ ഇതിൽ പെട്ടുപോകുന്നത് പോട്ടെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, അവരിൽ അഭിഭാഷകരുണ്ട്, അവർക്ക് നിയമം അറിയാം. ഈവൻ കോർപ്പറേറ്റ് ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ നമ്മുടെ ഒരു MLA ഈ പരിപാടിയിൽ പോയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കോർപ്പറേറ്റ് ലോയിൽ നിഷ്ണാതനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഈ പരിപാടിയിൽ പോയി ഇത് ഉദ്ഘാടനം ചെയ്തു, ഇത് തട്ടിപ്പാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത്, ഇവരൊക്കെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ കീഴിൽ നമ്മളൊരു പൗരനായി അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. സാഹിബ്, ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയിൻ ബിസിനസ് പോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലൊക്കെ നവംബർ വരെ കൃത്യമായി ബൈക്കുകൾ കിട്ടി പോന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടയൽപ്പക്കത്ത് ബൈക്ക് കിട്ടുമ്പോൾ ഇപ്പുറത്തും വീട്ടുകാർക്കും തോന്നുകയാണ് എന്തുകൊണ്ട് നമുക്ക് മാത്രം കഴിയുന്നില്ല. അപ്പോൾ ഈ എല്ലാ തട്ടിപ്പുകാരെയും പോലെ ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ കൊടുത്തു വരുന്നത് അറിഞ്ഞിട്ടാണ് നാട്ടുകാർ പെട്ടുപോകും, അയൽവാസികൾ പെട്ടുപോകും, അതുപോലെ ജനപ്രതിനിധികൾ പെട്ടുപോകാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ജനപ്രതിനിധികൾ ഇങ്ങനെ പൈസ കൊടുത്ത് വിടുന്നതല്ല, അവർ ഈ പ്രോജക്റ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അത് പുള്ളിയുടെ വാഗ്വിലാസമൊക്കെ ആയിരിക്കാം ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇപ്പോൾ സേഫ് പറഞ്ഞ ഉദാഹരണമുണ്ട്, നിൻ്റെ നാട്ടിൽ ആർക്കൊക്കെ കിട്ടി, കുറേയൊക്കെ കിട്ടിയില്ലാന്ന്. സേഫിൻ്റെ നാട്ടിലൊരു 3-4 കൊല്ലം വരുന്ന വേറെ തട്ടിപ്പ് ഓർമ്മയുണ്ട്, ഒരു മാർബിൾ തട്ടിപ്പ്, മാർബിൾ നിക്ഷേപ തട്ടിപ്പ്. എത്ര കോടിയെന്ന് ഓർമ്മയുണ്ട് നിനക്ക്? എണ്ണാൻ പറ്റില്ല, അത്രയും കോടികളാണ് ഒരു ചങ്ങായി കൊണ്ടുപോയത്. എങ്ങനെ കൊണ്ടുപോകുന്നത്? അതും ഇതേമാതിരി തന്നെയാണ്. സേഫിന് ഇത് 1 ലക്ഷം രൂപ മേടിക്കുന്നു മാർബിൾ ബിസിനസ്സിൽ കിടാൻ. ഇത് 10,000 രൂപ മാസത്തിൽ തരും. 10,000 രൂപ 1 ലക്ഷം രൂപ കൊടുത്ത് 10,000 രൂപ മാസത്തിൽ തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സേഫ് എന്താ കൊടുക്കണേ? ഇതേ അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടിട്ടാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് എങ്ങനെ കിട്ടണേ? അയാൾക്ക് കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആളുകളിൽ നിന്ന് പൈസ മേടിച്ച് അതിൽ നിന്നുള്ള വിഹിതമാണ് നിനക്ക് തരുന്നത്. അപ്പോൾ നിന്നെ വിശ്വസിക്കും, അപ്പോൾ നീ പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതൊരു റോളിംഗ് ആണ്. ഇപ്പുറത്ത് പൈസ മേടിച്ച് അപ്പുറത്ത് ഇതിങ്ങനെ കൊടുത്തത്. അത് ഒരു ഘട്ടത്തും അത് പൊട്ടുവതാണ്. പക്ഷെ ഈ നിക്ഷേപ തട്ടിപ്പ് പരിപാടി എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഉണ്ടാവട്ടെ, ഏതെങ്കിലും ഭാഗത്ത് ഇത്തരം വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിൽ കൂടുതൽ പൈസ കൊണ്ടുപോയിടുന്ന ആരാണ്? ഡോക്ടർമാർ, അല്ലെങ്കിൽ ഈ അൺഅക്കൗണ്ടഡ് മണി കയ്യിലുള്ള ആളുകൾ. അതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ അവർ തട്ടിപ്പിന് വിധേയരായാലും
അവർ പുറത്ത് പറയില്ല. നല്ലൊരു ശതമാനം ആളുകൾ പുറത്ത് പറയില്ല. ഇടങ്ങേറായി കഷ്ടപ്പെട്ട് പൈസ സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് പണം ഉണ്ടാക്കാം, എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന പാവങ്ങളിതിൽ പോയിപ്പെട്ടാൽ അവരാണ് ഇത് പുറത്ത് പറയുക. അവർ പുറത്ത് പറയുമ്പോൾ വേറെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ആളുകൾ വരും. അപ്പോഴേക്കും ഇത് കോടികളിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമുക്കിത് പറഞ്ഞിട്ട് കാര്യമില്ലടേ, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ ഇതേമാതിരി വേറൊരു തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യണം, അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഇത് മാത്രമല്ല, ഇത് വലിയ സംഘടിതമായ തട്ടിപ്പിൻ്റെ കാര്യം. നമുക്കിങ്ങനെ ഇടയ്ക്ക് SMS ഇതൊക്കെ വരില്ലേ വാട്സപ്പിൽ, മറ്റേ നിങ്ങൾക്ക് ഇത്ര റുപ്യയുടെ ലോട്ടറി ഇതായിട്ടുണ്ട്, അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ അയച്ച്, അതിൽ പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ അടുത്ത് എനിക്ക് ഇതേമാതിരി ഒരു മെസ്സേജ് വന്നു വാട്സപ്പിൽ. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമാന്യമായിട്ട് വാട്സപ്പിൽ ആരും മെസ്സേജ് അയച്ചാലും റിപ്ലൈ ചെയ്യുന്നത്, സേവ്ഡ് നമ്പറാണെങ്കിലും സേവ് ചെയ്യാത്ത നമ്പറാണെങ്കിലും റിപ്ലൈ അയക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഗുഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പുള്ളി ഇൻട്രൊഡ്യൂസ് നൈസ് ടു മീറ്റ് യു, ഐ ആം അനയ് കുമാർ, ഐ ഹാവ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫോ ടു ഷെയർ, ക്യാൻ വി ചാറ്റ് ബ്രീഫ്ലി, ഗുഡ് ടെൽ മീ എന്ന് പറയുന്നു. അപ്പോൾ അയാൾ വി പ്രൊമോട്ട് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഹോട്ടൽസ് ഇൻ ഇന്ത്യ ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ആർ സീക്കിംഗ് പാർട്ട്നേഴ്സ് ടു ഹെൽപ്പ് റേറ്റ് ദിസ് ബിസിനസ് and we pay salary for them. Your role is rate and comment on Google Maps for 150 rupees each. You can earn 5,000 to 10,000 rupees daily. You can earn 5,000 to 10,000 rupees daily in just few minutes. Okay? എന്നാണ് പുള്ളി. സാമാന്യമായിട്ട് ഒരാൾ ആകർഷിക്കപ്പെടാവുന്നതല്ലേ. ഗൂഗിൾ മാപ്പ് പോയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി, റേറ്റ് ചെയ്യാൻ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ അയാളുടെ അടുത്ത ചോദ്യം, യു ഹാവ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് യു നോ ഹൗ യു ക്യാൻ ഏൺ, സോ വൈ ഡു യു സേ നോ? ഞങ്ങൾക്ക് മറുപടി വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് മണി. ഐ ഡോണ്ട് വാണ്ട് മണി. ഷുഡ് ഐ സെൻഡ് എ ട്രയൽ ടാസ്ക് ടു ട്രൈ? വി വിൽ പേ 150 rupees for it. Okay? Try somebody else. അപ്പോൾ അയാളുടെ അടുത്ത സൈദ്ധാന്തികമായ ചോദ്യമാണ്. വി ഹാവ് വൈ ട്രൈ സംബഡി എൽസ് എന്ന് ഞാൻ മറുപടി ആക്കുമ്പോൾ, വൈ സംവൺ എൽസ് ആർ യു ഓൾസോ നോട്ട് സംവൺ എൽസ്? ഭയങ്കര ഫിലോസഫിക്കലായ ചോദ്യമാണല്ലോ. സംബഡി എൽസ്. ഞാനിത് വോട്ടാണെന്ന് മനസ്സിലാക്കിയത് ഹിന്ദിയിൽ തെറി പറയും. ഹിന്ദിയിൽ തെറി പറയുമ്പോൾ ഇവർ പറയും പ്ലീസ് ഡോണ്ട് മിസ്ബിഹേവ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അടുത്ത തെറി പറയുമ്പോൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഇയാളോ ഈ പറയുന്ന ബോട്ടോ ഒരു ദിവസം എത്ര ആൾക്ക് മെസ്സേജ് ഉണ്ടാവും? ഒരു 100 ആൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോക്കൂ, 70 ആൾ 80 ആളും ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയില്ല, അല്ലെങ്കിൽ 30 ആൾ കിട്ടിയാൽ ലാഭമല്ലേ? 30 ആൾ കിട്ടിയാൽ തന്നെ ലാഭമല്ലേ? ഇത് നമ്മൾ ഈ പറയുന്ന സ്കൂട്ടർ ബിസിനസ് എന്തുകൊണ്ടാണ് നാം അറിയുന്നത്? അതിൻ്റെ ഒരു വോള്യം, അതിൻ്റെ എന്താണ് ബ്രെഡ്ത്ത്, കാസർഗോഡ് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നീണ്ടു കിടക്കുകയാണ്. സർവ്വ രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരും ജസ്റ്റിസുമാരും ഈ ജസ്റ്റിസ് എന്താ മുനമ്പം വിഷയത്തിൽ എൻ്റെ പേരിലാണ് എന്നെ കുടിക്കുക എന്ന് പറയുന്നത്. മുനമ്പ് തമ്മിൽ എന്നാ ബന്ധം? അപ്പോൾ ഇങ്ങനെ ഇതായതുകൊണ്ട് നമ്മൾ അറിയുന്നത്, ഇതായതുകൊണ്ട് നമ്മൾ അല്ലാതെ എല്ലാ ദിവസവും ഈ മറ്റുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് ഡോളർ എല്ലാ ദിവസവും മാറി മാറിയതിന് ഇൻഡസ്ട്രിയാണ്. അതിൽ ഒരുപാട് ആൾ നമുക്കറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ ദിനേന പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിങ്ങനെ പുറത്ത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. തട്ടിപ്പിനൊക്കെ ഫ്രീക്ക് പേര് ഇൻഡസ്ട്രി. അപ്പോൾ ഇതാണ് ഇതിൽ പെടുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇപ്പം എന്താണ് ആർത്തി കൊണ്ട് പെടുന്ന നമ്മൾ വിചാരിക്കുകയോ ചെയ്യരുത് കേട്ടോ. പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇപ്പം ഇന്നലെ നമ്മൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തില്ലേ, വയനാട്ടിൽ ഒരു സ്ത്രീ മറ്റേ ഇതിൽ സ്കൂട്ടർ നശിച്ചു പോയി. അവർക്ക് വെള്ളത്തിൽ പെട്ടിട്ട്, വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് അവരുള്ള കാശ് വെച്ചിട്ടാണ് അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സ്കൂട്ടർ വേണം, കഷ്ടപ്പെട്ട് സ്വരൂപിച്ചാണ് ഈ പൈസ കൊടുക്കുന്നത്. മുണ്ടക്കയിൽ ഒരുപാട് അയ്യോ സ്കൂട്ടറും ഇല്ല, പൈസ ഇല്ലാണ്ടായിപ്പോയി. ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യർ ഇതിൽ പെടുന്നുണ്ട്. പക്ഷെ ഇതിൽ വെച്ചാൽ അതിനൊരു ടെംപ്റ്റേഷൻ എന്ന് വെച്ചാൽ ഓസിക്ക് കിട്ടിയാൽ ആസിഡ് മേടിക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഓസിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗജന്യം ഉണ്ടെങ്കിൽ ട്രൈ എന്നുള്ള ആ വിചാരം കൊണ്ട് നടക്കുന്നവരാണ് ഇവർ ഹുക്ക് ചെയ്യുന്നത്. ഇതിലും എന്താ പറയുക, ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണുള്ളൂ. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ ആർക്കും ഇവിടെ ഈ പറഞ്ഞവർ കോർപ്പറേറ്റ് ലോ അറിയാവുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അല്ല എന്താ പറയുക.